അപ്പോൾ ചെരുവിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ്. പക്ഷേ വാർപ്പേർക്ക് ചെറിയൊരു തിരക്കുണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് വാർക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. നല്ല ചെരുവ്, നല്ല വ്യൂ, പിന്നെ നല്ല ഭംഗി, എല്ലാം റാഹത്തിട്ട് അൽഹംദുലില്ലാ. ഓക്കെ, 10ൻ്റെ കമ്പിയിട്ടിട്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ച് നീളമുണ്ട്. മാത്രമല്ല ഈ പിന്നെ അങ്ങനെയാണ് മാഷാ അല്ലാ. അപ്പോൾ അത് ആണ് സെറ്റായി. അതേപോലെ തന്നെ ആ കൂടി എന്തായിക്കണേ, കമ്പിപ്പണി കംപ്ലീറ്റ് ആയിക്കണം കേട്ടോ. ഫുള്ള് പണി മാഷാ അല്ലാ കംപ്ലീറ്റ് പണി കഴിഞ്ഞ്. പിന്നെ ഇവിടെ ഞാൻ നാൾ പറഞ്ഞില്ല, ജോയിൻ്റ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കട്ടിങ് ആക്കിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ടാണ്. ഒന്നും നനയാത്ത രീതിയിൽ എന്ത് ചെയ്ത് സെറ്റാക്കി കൊടുത്ത്. അപ്പോൾ അതും ഇതും ജോയിൻ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ എന്ത് ചെയ്ത് കുറച്ചൊരു ചെരിവ് കൂടുതലുണ്ട് കേട്ടോ. പിന്നെ മറ്റേ നമ്മൾ സാധാരണ ചെരുവിന് വെക്കൽ എങ്ങനെയാണ്, റണ്ണറാണ് വെക്കൽ അടിയിൽ. പക്ഷേ ഇതിവിടെ 4 ഇഞ്ചിൻ്റെ പല ഒരേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെരിച്ചിട്ടാണ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെരിച്ച് വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ മൂപ്പരോട് മലയാളിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ തൂക്ക് നോക്കിയിട്ട് അടിയത്തെ സൺസൈഡ് നോക്കിക്കണേ. അടിയത്തെ സൺസൈഡ് നോക്കിയിട്ടാണ് എന്ത് ചെയ്തത് ഈ തൂക്ക് അടിച്ചിക്കണേ. അപ്പോൾ എന്ത് ചെയ്ത് പോരാത്തിന് ഇതിങ്ങനെ അടിക്കുമ്പോൾ അതെങ്ങനെ അടിക്കുമ്പോൾ ഇതിമത്തെ വെള്ളം നേരെ 1 മീറ്റർ അപ്പുറത്തേക്ക് പോവുള്ളൂ. ഇങ്ങനെ വെക്കുന്നതും ഇങ്ങനെ വെക്കണതും കൂടെയുള്ള മാറ്റം കേട്ടോ. ഒരുപാട് ദൂരത്തേക്കാണ് എന്ത് ചെയ്യുള്ളൂ, വെള്ളത്തിൻ്റെ ഒഴുക്ക് പോവുള്ളൂ. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിക്കണേ ഇങ്ങനെ വെപ്പിച്ചിരിക്കണം കേട്ടോ. ഓക്കെ, നമ്മൾ സാധാരണ ഇങ്ങനെ 3 ഇഞ്ച് ഇങ്ങനെ വെക്കും റണ്ണർ. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പരമാവധി ഇങ്ങനെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ വെച്ചിട്ട് കുഴപ്പമൊന്നും ചെയ്യുക, വെള്ളത്തിൻ്റെ അത് നോക്കിയാൽ മതി. താഴത്തെ സൺസൈഡ് കൊടുത്തിട്ടാണ് ഇങ്ങനെ വെച്ചാൽ മതി, കുഴപ്പമില്ല. എന്ത് ചെയ്ത് ഫുള്ള് ഇവിടെയും കെട്ടിക്കഴിഞ്ഞ് കംപ്ലീറ്റ് ക്ലിയർ ആയിട്ടാണ്, കംപ്ലീറ്റ് സെറ്റ് ആയിക്കണ് മാഷാ അല്ലാ. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫണ്ട് ഇതും കൂടി റാഹത്തായി നമുക്ക് നല്ല സന്തോഷമായി. ഇതിൻ്റെ ഫണ്ട് കാലങ്ങൾക്ക് മുന്നേ എനിക്ക് തന്നതാട്ടോ ഫണ്ട്. അള്ളാഹു എനിക്ക് ബർക്കത്ത് ചെയ്യട്ടെ. കാരണം എന്താ വെച്ചാൽ അത്ര കാലം മുന്നേ നമ്മളെ വിശ്വസിച്ചാണ്ട് ഞാനൊരു സ്ഥലം എടുക്കുന്ന സാഹചര്യത്തിൽ വന്നപ്പോൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തന്നതാട്ടോ. പക്ഷെ എന്നാലും എല്ലാം തന്നെ ഞാൻ ഒരു ബുദ്ധിമുട്ട് ചെയ്യാതെ ഈ പണി കുറച്ച് ലേറ്റ് ആയിരിക്കണം. സംഭവം ലേറ്റായെന്ന് പറഞ്ഞാൽ പണിക്കാരെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് എല്ലാവർക്കും പറഞ്ഞാണ്. അപ്പോൾ എന്തായി ഇത് മറ്റേ ഫുള്ള് റാഹത്തായി എല്ലാം തന്നെ. ഈ വാർപ്പും കൂടി വാർത്താൽ ഏകദേശം നമ്മളെ പണി തീരും. ബാക്കി ചില്ലറ പണികൾ താഴത്തും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ ഇൻഷാ അല്ലാ. എന്തായാലും ഭയങ്കര റാഹത്തിട്ട് ഓന് ഗൾഫിലാണുള്ളത്. പക്ഷെ നാട്ടിൽ വന്ന് ഇത് എന്തായാലും വീട് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഓക്കെ, അത്ര രസമാണ്, അത്ര ഹൈറ്റും കാര്യങ്ങളും ലോങ്ങിൽ ഇങ്ങനെ വരുമ്പോൾ അവിടെ നിന്നാണ് അത്ര ദൂരത്തു നിന്നാട്ടെ ഈ ഇത് വരുന്ന റോഡ്. അവിടെ നിന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ മാഷാ അല്ലാ വേറെ ലെവലാണ്. ഓക്കെ, അത്രയും ഭംഗി. ഇനി ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്ന് ഇതിൻ്റെ സെൻട്രൽ വ്യൂവിലൊക്കെ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇവിടെയൊക്കെ ഈ വ്യൂവിലൊക്കെ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് രാത്രിയിലൊക്കെ മനോഹരമായിരിക്കട്ടെ ശരിക്ക്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ബീഡിങ് ഇട്ടിട്ടുണ്ട് എൻ്റെ കുട്ടിക്ക്. എന്താ വെച്ചാൽ ഇവിടെ ഓൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇരിപ്പിടാണ്. ഇതിപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ഏറ്റവും ടോപ്പിൽ ഇരിപ്പിടാണ്. ഇവിടെ ഇങ്ങനെ ആൾക്കാർക്ക് സ്നേഹിതന്മാർക്കും ഇതൊക്കെ വന്നിട്ട് ഇരിക്കാനുള്ളൊരു ഇരിപ്പിടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ബീഡിങ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഒരു പല അടിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം. കമ്പിപ്പണി കഴിഞ്ഞതിൻ്റെ ദിവസം ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ബീഡിങ് ഇട്ട് കൊടുത്താൽ എന്താ ഗുണം വെച്ചാൽ നമ്മളിവിടെ പൈപ്പ് ഇവിടെ ഷീറ്റ് ഇടുമല്ലോ, ഷീറ്റ് ഇടുമ്പോൾ പൈപ്പൊക്കെ ഈ ബീഡിങ്ങിൽ നിന്ന് കൊടുക്കാൻ പറ്റും. മറ്റേ എന്ത് ചെയ്യും, ഈ സ്ലാബുമ്പോൾ തുറക്കും ഒരു. അപ്പോൾ അതിനൊക്കെ നല്ല ബീഡിങ് ഇട്ട് കൊടുത്താൽ ബീഡിങ്ങിൽ നിന്ന് ആണ് വെച്ചോളും. പിന്നെ ഓട് വേണമെങ്കിലും ബീഡിങ്ങിൽ കൊടുത്താണ്ട് നിർത്തിക്കോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കും. ഇത് ഡബിൾ ലെയർ ആട്ടാ. ചിലയിടത്ത് കമ്പി കെട്ടിയത് കാണൂല. അതുകൊണ്ട് പറയണം, ഇതിങ്ങനെ വേറൊരു ലെയറും മറ്റേത് വേറൊരു ലെയറും ആയിട്ട് കിടക്കുന്നുണ്ട്. അത് 2 ലെയറാണ്. അപ്പോൾ ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഈ ഇതൊക്കെ കണ്ടില്ല, ഇതിമേ തന്നെ കുടുക്കി ഫുള്ള് എന്ത് ചെയ്തിരിക്കണേ എല്ലാ കവറിങ്ങിൻ്റെ പണികൾ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ അന്നൊരു കവറിങ് കെട്ടും കൂടി നമുക്ക് വെച്ച് കൊടുക്കണം സാർ.